ശബരിമല വളരെ വലിയൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇത് ആഴത്തിൽ ചിന്തിച്ച് ചില വിഷയങ്ങൾ നമുക്ക് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. 55,000 പേര് അവിടെ വന്നു. 55,000 പേര് അവിടെ വന്നതിന് 1,00,000 പേര് വരേണ്ട സ്ഥലത്ത് 1,00,000 പേര് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ക്രൗഡ് ഉണ്ടാവും. അവിടെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ അവിടെ ശബരിമല ഇനി മുമ്പോട്ട് എങ്ങനെ ഒരു 4 ഇത് ചെറിയ വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട് അല്ലെങ്കിൽ ടൈം കുറവായതുകൊണ്ട് ഞാൻ പോയിൻ്റായിട്ട് പറയാം. ഒന്നാമതായി ശബരിമല കേരളത്തിൽ 5 ദേവസ്വമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം, കൂടൽമാണിക്യ ദേവസ്വം, മലബാർ ദേവസ്വം. എന്തുകൊണ്ടൊരു 6ാമത് ദേവസ്വം നമുക്ക് ഉണ്ടാക്കിക്കൂടാ? ശബരിമല ദേവസ്വം ബോർഡ് എന്ന പേരിൽ സെപ്പറേറ്റ് ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ ശബരിമല വരുന്ന വരുമാനം തിരുവിതാംകൂറിന് കിട്ടുന്നില്ലേ? അത് കൊടുക്കാനൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പണം കിട്ടുന്ന എത്ര കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് കൊടുക്കണമെന്നൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ശബരിമല സെപ്പറേറ്റായിട്ടൊരു ശബരിമല ദേവസ്വം ബോർഡ് ഉണ്ടാക്കുക. ശബരിമലയിൽ ഇന്ദിരാഗാന്ധിക്ക് ഹെലിപ്പാഡില്ലാത്തതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് വരാൻ പറ്റില്ല. ഒരുപക്ഷെ അന്ന് ഇന്ദിരാഗാന്ധി വന്നിരുന്നെങ്കിൽ ശബരിമലയുടെ മാനവും ശബരിമലയ്ക്ക് ഡെവലപ്മെൻറ്റും വല്ലാതെ കൂടുമായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയെ ഇറക്കാൻ പറ്റിയില്ല. എന്തായാലും ദ്രൗപദി മുർമു പോയത് തന്നെ താഴെ ഇറങ്ങിയിട്ടാണ് പോയത്. റാന്നിയിൽ അവിടെ നല്ലൊരു ഹെലിപ്പാഡില്ലാത്തതുകൊണ്ട് ചെളിയിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് പോയത്. പിന്നെ അത് വലിയ വിഷയമായതാണ്. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഹെലിപ്പാഡ് എന്തുകൊണ്ട് ശബരിമലയെ ബന്ധപ്പെട്ട് ചെറിയ സ്ഥലം മതിയല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കുക. റോപ്പ് വേ വളരെ പ്രധാനപ്പെട്ട ഒരു പളനിയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ജഡായിപ്പാറയിലും ഒക്കെ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സ്കൈവേ കാറുണ്ട്. അത് നമുക്ക് മലേഷ്യയിലൊക്കെ സിംഗപ്പൂരിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ മലേഷ്യ വളരെ ഫേമസ് ആണ്. സ്കൈവേ കാറുകളുണ്ട്. അപ്പോൾ അത് സ്കൈവേ കാർ എന്തുകൊണ്ട് ശബരിമലയിൽ ആലോചിച്ചുകൂടാ? 18ാം പടിയുടെ വീതി കൂട്ടുന്നതിനെക്കുറിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ കാര്യങ്ങളും പ്രതിഷ്ഠ പോലും മാറ്റിവെക്കുന്നു. പ്രതിഷ്ഠ തെക്കോട്ടിരിക്കുന്ന പ്രദേശം വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പല ദിശയിൽ പ്രതിഷ്ഠ പോലും വയ്ക്കുന്നു. പിന്നെയാണ് പടിയുടെ വീതി കൂട്ടുന്നത്. അപ്പോൾ ശബരിമലയിലെ പടി വീതി കൂട്ടുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. പടി കയറാതെ ശബരിമലയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട്. പടിയിൽ നിന്നും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് സമാന്തര പാത പറ്റുമോ? പിന്നെ സൗകര്യങ്ങൾ കൂട്ടുന്നത് എങ്ങനെ? ജനുവരി മാസത്തിൽ തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് അല്ല, പിന്നെ നമ്മുടെ നെറ്റ് വഴിയുള്ള ബുക്കിംഗ്, ഇലക്ട്രോണിക് ബുക്കിംഗ് എന്ന് പറയുന്നത് ജനുവരി 1-ാം തീയതി ആരംഭിച്ച് ഓരോ ഘട്ടങ്ങളായി തീരുമാനിക്കുകയും അവർക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ടെൻഡേറ്റീവ്, ഒരു ദിവസമല്ല, ഒരു ടെൻഡേറ്റീവ് പീരീഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും. ആ പീരീഡ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യത്തെ ഒരു ടെൻഡേറ്റീവ് പീരീഡ്, അങ്ങനെ ഒരു 2-3 മാസം ബുക്കിംഗ് സമയം വെച്ച് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി ആ മൊബൈൽ ആപ്പ് വഴി കാര്യങ്ങൾ ശേഖരിക്കണം. പിന്നെ അവിടെ സന്നദ്ധ സംഘടനകളെ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിയുന്നത്ര സന്നദ്ധ സംഘടനകളെ ഇതിനുമാറ്റി ബന്ധിപ്പിക്കണം. ട്രാൻസ്പോർട്ട് സംവിധാനം KSRTC അതിൽ നിന്ന് പോകേണ്ട കാര്യമില്ല. KSRTC അവിടെ നിന്ന് പിന്മാറണം. അവിടം വരെ എത്തിക്കുന്നതിൽ ആയിക്കോട്ടെ, പക്ഷേ പമ്പയിലും നിലയ്ക്കലും അല്ലെങ്കിൽ എരുമേലിയും ആ സംവിധാനങ്ങളൊക്കെ KSRTCയിൽ ആവശ്യമില്ല. ശബരിമല ദേവസ്വം ബോർഡ് അത് ചെയ്യട്ടെ. അങ്ങനെ ശബരിമല ദേവസ്വം ബോർഡ് ഉണ്ടാക്കി വളരെ കൃത്യമായ ചില പ്രവർത്തനങ്ങൾ നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഒരു പരിഹാരമുണ്ടാവും. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉദാരമായി സമീപനം സ്വീകരിച്ചാൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറച്ച് കാട് വിട്ടുകൊടുക്കേണ്ടി വരും. അത് വിട്ടുകൊടുക്കണം. കാട് വിട്ടുകൊടുക്കണം. ആളുകളെ ഇങ്ങനെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് കാട് വിട്ടുകൊടുക്കുക. അതിന് സമാന്തരമായി പകരം എങ്ങനെയാണ് നമുക്ക് വൃക്ഷവൽക്കരണവും സസ്യവൽക്കരണവും ഒക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് ആലോചിക്കാം. അതാണ് പ്രാക്ടിക്കൽ. തിയററ്റിക്കലായിട്ട് നമുക്ക് ഒരുപാട് കാര്യം പറയാം, പക്ഷെ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും.